യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണം. ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ബൈബിൾ വായിക്കുക, പാട്ട് പാടുക, പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥന പോലും മുടക്കരുത്. ഇനി വീട്ടിൽ ചെന്നിട്ട് പപ്പയോടും മമ്മിയോടും അല്ലെങ്കിൽ ഡാഡിയോടും മമ്മിയോടും അച്ഛനോടും അമ്മയോടും ഒക്കെ എന്നാ പറയണം? നമുക്ക് വീട്ടു പ്രാർത്ഥന നിർബന്ധമായും വേണം. അമ്മച്ചി പറയും വീട്ടിലെ ജോലിയൊക്കെ തീർന്നിട്ട് പ്രാർത്ഥിക്കാന്ന് പറയും. അപ്പൊ അങ്ങനെ പോരാ, നമുക്ക് വൈകുന്നേരം സന്ധ്യക്ക് തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ നല്ല നല്ല നിലയിൽ എത്തിച്ചേരണം. വലിയ വലിയ ജോലികൾ സമ്പാദിക്കണം. നിങ്ങൾ ഈ സമൂഹത്തിൽ യേശു കൊടുത്തിയ വിളക്കായിട്ട് ശോഭിക്കണം. യേശു പറഞ്ഞാലറിയോ? കുഞ്ഞുങ്ങളെ എന്റെ അടുക്കാൻ വരുവാൻ വിടുവിൻ, അവരെ പോലെ ഉള്ളതാണ് ദൈവരാജ്യം. ഈ നിൽക്കുന്ന ഞങ്ങൾ മുതിർന്നവരെക്കാളൊക്കെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാ നിങ്ങൾ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതിന് തെളിവ് അവിടെ ഇത്തരം പേർക്കൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ചില പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. ആ പരിപാടികളുടെയൊക്കെ സമ്മാനദാനങ്ങളുടെയൊക്കെ സമയമാണ്. ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്ന ദിവസമായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങളിലേക്ക് നീങ്ങാൻ സംഘാടകരെ അങ്ങനെ 2 ദിവസത്തെ ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിച്ച ടീമിനെ അറിയണ്ടേ? ടീം ക്യാപ്റ്റന്മാരൊക്കെ എഴുന്നേറ്റ് മക്കളെ. ഇന്നലെ വാശിയേറിയ മത്സരത്തിൽ ആരായിരുന്നു ഫസ്റ്റ് ഉണ്ട്? ഇന്നലെ വേണ്ടല്ലേ? ഇന്ന് വാശിയേറിയ മത്സരത്തിൽ ആരാ ഫസ്റ്റ് എന്ന് അറിയാവോ? ഇന്നലെ ഏറ്റവും പുറകിൽ കിടന്ന യെല്ലോ. ഒപ്പം തന്നെ ഒരുമിച്ച് ഒരേ പോയിന്റ് കിട്ടിയ ബ്ലൂ ടീമും. കൈയടിച്ച മക്കള്. സെക്കൻഡ് വന്നാരെന്നറിയോ? അപ്പൊ ഫസ്റ്റ് 2 ടീമുണ്ട്. ഒന്ന് യെല്ലോയും ഒന്ന് ബ്ലൂ. കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ യെല്ലോ ടീം എവിടെ കിടന്നു നമുക്കറിയാം. ഇന്നലെ അവരുടെ പോയിന്റ് എന്ന് പറയാൻ 230 ഉള്ളായിരുന്നു. ഇന്നത്തെ ആദ്യത്തെ ആക്ടിവിറ്റീസിൽ വളരെ ഊർജ്ജസ്വലതയോടെ എല്ലാം ചെയ്ത് അവരിവിടെ വന്നു 1ാം സ്ഥാനത്ത് വന്നു. അതുകൊണ്ട് ഇന്ന് ജോയിൻ ചെയ്ത 2 പേര് ആ ടീമില് അർഹരാവല്. അവര് കാരണമാണെന്നെങ്കിലും ഫസ്റ്റ് ടീം അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റും ആ ടീമിന്. അക്കു ചേച്ചിയും ഹെഫ്സ ചേച്ചി അല്ലേ? ചേച്ചി കൂടെ വന്നോണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വചനം പഠിപ്പിച്ച് ജയിച്ച് ഒരുമിച്ച് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഈ പുസ്തകങ്ങളുടെ ക്രമങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ നിങ്ങളെ സഹായിച്ചല്ലേ? അവർക്കപ്പൊ നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങൾ ജയിക്കാൻ നോക്കണം, അവർ നിങ്ങളുടെ കൂടെ ഇരുന്നല്ലേ? അപ്പൊ എല്ലാ ടീമിനും ബ്ലൂ ടീമിനും കർത്താവ് യേശുനാമത്തിൽ എല്ലാ മക്കളും ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ കട്ടയ്ക്ക് നിന്ന് മത്സരിച്ച റെഡ് ടീം വൈറ്റ് ടീം ഒട്ടും മോശത്തിൽ കുറവില്ല. നിങ്ങൾ മാർക്കില് റെഡ് ടീമിന് 435, അതായത് ഫസ്റ്റ് കിട്ടിയത് 445 ആണെങ്കിൽ ഒരു 10 പോയിന്റിന് മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾ ഒന്ന് പുറകോട്ട് വന്നത്. അതുകൊണ്ട് അവർ ഒട്ടും മോശമുള്ളവരല്ല അല്ലേ? അവർക്കും കർത്താവ് സന്നിധിയിൽ അവസാനം വന്നവരും ആദ്യം വന്നവരും കർത്താവ് ഒരേപോലെ കൂലി കൊടുത്തേ. അതുകൊണ്ട് നമുക്കിവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയില്ല. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല ഏത് ടീമാണ് ജയിച്ചെന്നറിയാൻ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വന്ന സൺബൂട്ടിന്റെ ടീം വിഷമിക്കേണ്ട കാര്യമില്ല. അവരാണ് കണ്ടല്ലോ നീതി കണ്ഠ്യത്തിൽ ആരെ ഫസ്റ്റ് കിട്ടിയേ? ഇവിടെ ഓടി നടന്ന് എവിടൊക്കെ ഓടി അല്ലേ? നമ്മൾ കർശനമായിട്ട് പറഞ്ഞ് കിടന്ന് അവിടെ പോകരുത്, കർശനമായിട്ട് പറഞ്ഞ അടുപ്പിന്റെ അവിടെ വരരുത്. പക്ഷെ എവിടെ എല്ലാം നടന്ന് കൃത്യതയോടെ കൊണ്ടുവന്ന് അത് കണ്ടെത്തി. എല്ലാ കുഞ്ഞുങ്ങളും ആക്റ്റീവായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും എല്ലാം ക്രമീകരിച്ചല്ലേ? ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി രജിസ്റ്റർ പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരും മുന്നോട്ട് വരണം. ടീമുകൾ ഇരുന്നു